എൻ്റെ 5 സെൻറ്റിനകത്തുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. 5 സെൻറ്റിനകത്ത് ഇത് റംബൂട്ടാനാണ്. പൂത്ത് വരുന്നുണ്ട്. പൂത്ത് വരുന്നുണ്ട്. ഫ്രൂട്ട്സ് പ്ലാന്റ്സിൽ രണ്ടാമത്തത് നെല്ലിയാണ്. നെല്ലി ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് കിളിച്ച് വരുന്നതേ ഉള്ളൂ. കാ പിടിച്ചിട്ടില്ല. 2 ഇനി മൂന്നാമത് കാണിക്കാൻ പോകുന്നത് മീഷോയിൽ നിന്നും ഓർഡർ ചെയ്ത് വരുത്തിച്ച ആപ്പിളിൻ്റെ തൈയാണ്. കണ്ടോ, ആപ്പിൾ ഇതുവരെയും പൂത്തിട്ടില്ല. ഇല കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവുമല്ലോ. ഉണ്ട് ആപ്പിളിൻ്റെ ഒരടിപ്പൊക്കമായി. കണ്ടോ, ആപ്പിളിൻ്റെ തൈയാണിത്. 4 വർഷം ഇത് വരുത്തി നട്ടിട്ട് ഇതുവരെയും കായൊന്നും പിടിച്ചിട്ടില്ല. ആപ്പിള് അടുത്തത് കാണിച്ചുതരാം. അടുത്തത് അടുത്തുണ്ട്. 1.5 കൊല്ലം കൊണ്ടൊന്നും കായ്ക്കുമെന്ന് പറഞ്ഞ എൻ്റെ ലാവാണ്. 4-ാം കൊല്ലം കായ്ച്ചത്. ഇത് ഓമല്ലൂർ വയൽവാണിപ്പത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. വിയറ്റ്നാം ഏർലിയാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല. 4-ാം കൊല്ലം കായ്ച്ചു. അടുത്തത് മാവാണ്. മാവ് ഇത് ബഡ് മാവാണ്. ഇത് ഏതിനമാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് ബ്ലോക്കിൽ നിന്ന് കിട്ടിയതാണ്. അടുത്തത് മീഷോയിൽ നിന്ന് 4-5 കൊല്ലമായതാണ്. ഓറഞ്ചിൻ്റെ തൈ വാങ്ങിച്ച് നട്ട. കണ്ട്, ഓറഞ്ചിൻ്റെയാണ് കേട്ടോ. മുള്ളൊന്നുമില്ല, ഒറ്റ മുള്ളില്ല. 1.5 അടി പൊക്കമായി. കണ്ടോ, ബഡാണ്. ദൈവാധീനം കൊണ്ട് ഇന്നേ നാഴി വരെ ഒരു പൂവോ ഒരു കായോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് കിളിച്ച് വരുന്നത് മുഴുവനും മണ്ടൗറും പരിക്കുക. കൂനനും പൊടിയുറുമ്പും കയറുക. അങ്ങനെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ആ ഓറഞ്ചിൻ്റെ തൈ കണ്ടോ, 1.5 അടി വലിപ്പമുണ്ട്. പറഞ്ഞ വെള്ളമാണ്. ഒറ്റ മുള്ളില്ല, ഒറ്റ മുള്ള ഇതെങ്ങുമില്ല. കണ്ടോ, ഇത് ഞാൻ മൊത്തത്തിൽ കൈ പിടിച്ചേക്കും. ഒറ്റൊരു മുള്ളില്ല. ഓറഞ്ചിൻ്റെ തൈയാണ്. നോക്കാം, എന്തോ വലിപ്പമായിട്ട് ഒരു കാ പിടിച്ചിട്ടില്ല. ഇത് മീഷോയിൽ നിന്നാണ്. അടുത്തത് കാണിച്ചു തരാം. ബേറാപ്പിള ഇഷ്ടംപോലെ കാ പിടിച്ചിട്ടുണ്ട്. ഇഷ്ടത്തിനൊക്കെ കഴിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇതിൽ പൂവില്ല, കായുമില്ല, ഒന്നുമില്ല. മണ്ടയെല്ലാം ഉണങ്ങുക. നല്ലൊരു മരമായി ഇത് ബേറാപ്പിളിൻ്റെ. ബേറാപ്പിൾ. അടുത്തത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. ഇത് മീഷോയിൽ നിന്ന് വളർത്തിയതാണ്. ഇതിപ്പോൾ 4-5 കൊല്ലമായി മുരടിച്ച് നിൽക്കുക. പേരക കിളിച്ച് ഈ പരുവത്തിലായി പടന്ന് തുടങ്ങി. കാ പിടിക്കാറായുമില്ല, കാ പിടിച്ചിട്ടുമില്ല. നീളം വെച്ച്. അടുത്തത് കിൻഡൽ പേരയാണ്. കണ്ടു, ഇത്തിരി കാ പിടിച്ചതുമോ, പക്ഷെ അങ്ങ് നീളം വെച്ച് പോകും. അങ്ങ് 9, 2, 3 പേരയ്ക്കുണ്ട്.
അതങ്ങ് ഇച്ചിരി ഉയരത്തിലായതുകൊണ്ട് കാണാൻ കഴിയില്ല. പേര് കിൻഡൽ പേര, അത് മീഷോയിൽ നിന്ന് വരുത്തിച്ച വലിയ പേരൊക്കെയാണ് കേട്ടോ. ഇഷ്ടം പേരൊക്കെയാണ്. ഒരു പ്രാവശ്യം ഒരെണ്ണ ഉണ്ടാവും. ഇത്തവണ എന്തോ 3 പേരയ്ക്ക പിടിച്ചിട്ടുണ്ട്. അത് മണ്ടയ്ക്ക് കാണത്തില്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നാൽ പോലും കാണാൻ കഴിയില്ല. മണ്ടയ്ക്ക് 3 പേരൊക്കെയുണ്ട്. സൂം ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കാണും. പക്ഷെ ഒരു മഞ്ഞ് മൂടിയതുപോലുള്ള ഒരവസ്ഥയാണ്. എൻ്റെ ഈ മൊബൈലിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പേരൊക്കെ ഉണ്ടോ നിൽപ്പുണ്ട്. എന്തോ ഒരു മൂട പോലെ എൻ്റെ മൊബൈലിൻ്റെ ആയിരിക്കാം. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതുപോലുണ്ട്. അടുത്തത് മുള്ളാത്തയാണ്. ഇഷ്ടംപോലെ മുള്ളാത്തയൊക്കെ പറിച്ചിട്ടുണ്ട്. നല്ല മുട്ടം കായ് വരുന്നു. ഇനി അതിലൊരെണ്ണേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തവും ഞങ്ങൾ പറിച്ചതാണ്. ഇനി അതിലൊരെണ്ണം ഉണ്ട്. കണ്ടു ഒരു കായ മുമ്പ് പറിച്ചിട്ടുണ്ട്. ഓക്കെ.